നമസ്കാരം. ഔട്ട് ഓഫ് ദ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകല്യങ്ങളില്ലാതെ ജനിക്കാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ നന്മയും. എല്ലു പൊടിയുന്ന ജനിതക വൈകല്യമുള്ള രോഗവുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് കളിയും ചിരിയുമായി കടന്നു ചെല്ലുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ അല്ലെങ്കിൽ ബ്രിട്ടിൽ ബോൺ ഡിസീസ് ബാധിച്ച കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമൃതവർഷിണി. അമൃതവർഷിണിയുടെ വോളണ്ടിയേഴ്സായ ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ബ്രിട്ടിൽ ബോൺ ഡിസീസ് ബാധിച്ച കുഞ്ഞുങ്ങൾക്കായി ഇന്ത്യയിലുള്ള ഏക സംഘടന 2005 സ്ഥാപിതമായ അമൃതവർഷിണിയിൽ ഇപ്പോൾ 70-ലധികം ആളുകൾ അംഗങ്ങളായുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ, കഴിവുകൾ ഒരുപാടുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഈ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ അവരെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സംഘടനയും ഒപ്പം CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വിദ്യാർത്ഥികളും നടത്തുന്നത്. അമൃതവർഷിണി എന്താണെന്ന് ചോദിച്ചാൽ സൊസൈറ്റി ഫോർ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ അല്ലെങ്കിൽ ബ്രിട്ടിൽ ബോൺ ഡിസോർഡർ, എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന ഒരു ജനിതക വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് അമൃതവർഷിണി. അപ്പം ഈ റെയർ ജനറ്റിക് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംഘടനയാണ് അമൃതവർഷിണി. അപ്പോൾ അമൃതവർഷിണിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ 2005 ഈ സംഘടന ഫോം ചെയ്തത്. ഇപ്പോൾ മോർ ദാൻ 70 ചിൽഡ്രൻ വിത്ത് ദിസ് ഡിസീസ്, അതായത് ഈ 70 കുട്ടികൾ കൂടുതൽ അമൃതവർഷിണി എന്ന സംഘടന അടിയിലുണ്ട്. പിന്നെ ഇവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമൃതവർഷിണിയുടെ വാത്സല്യ വർഷം ഒരു ഗെറ്റ് ടുഗദർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആനുവൽ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഈ ഗെറ്റ് ടുഗദർ കുറേ സെലിബ്രിറ്റീസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഗെറ്റ് ടുഗദർ കനോക്കുന്ന് പാലസിലാണ് നടക്കുന്നത്. സുരേഷ് ഗോപി, കെ ചിത്ര തുടങ്ങിയ കുറേ ആൾക്കാർ ഈ ഇവൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, കിടക്കയിൽ മാത്രം കിടക്കുന്ന കുറേ കുട്ടികൾ, അവർക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റത്തില്ല. അവരെപ്പോഴും വീൽ ചെയറിലും കിടക്കയിൽ മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഗെറ്റ് ടുഗദർ നടത്തുന്നത്. അവർക്ക് അപ്പോൾ പുറംലോകം കാണാൻ വേണ്ടി ഒരേ ഒരു അവസരമാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ. ഇതുകൂടാതെ തന്നെ അമൃതവർഷിണി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ എംപവർ ചെയ്യുക, ഇവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക. ഇവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ലൈക്ക് അംബ്രല്ലാസ്, അതർ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഇതൊക്കെ എക്സിബിഷൻ നടത്തിയിട്ട് സെയിൽ ചെയ്യുക. പിന്നെ ഇവർക്കിടയിലുള്ള കുറേ ക്രിയേറ്റീവ് ടാലൻസ് ഉള്ള കുട്ടികളുണ്ട്, പെയിൻറ്റിങ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പെയിൻറ്റിങ്സ് ഒക്കെ കളക്ട് ചെയ്ത് എക്സിബിഷൻ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റായി ടെക്നോ പാർക്കിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കോവൾസ് വെച്ചൊരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു. അങ്ങനെ പല ഇവൻറ്റ്സ് അമൃതവർഷിണി നടത്താറുണ്ട്. അപ്പം അമൃതവർഷിണിയുടെ മോട്ടോ എന്ന് വെച്ചാൽ ഇത് ചാരിറ്റിക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് ഇവരുടെ കുട്ടികളുടെ കഴിവ് വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഐറ്റംസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്പ്രെഡ് ദ വേൾഡ്. ഇപ്പം അമൃതവർഷിണിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അമൃതവർഷിണി വെബ്സൈറ്റ് ഉണ്ട് www.amൃതവർഷിണി.com. അപ്പം അതിലൂടെ ഇങ്ങനെ ഒരു സൊസൈറ്റി ഇന്ത്യയിലുണ്ടെന്നും, ഇന്ത്യയിലെ ഒരേ ഒരു സൊസൈറ്റിയാണ്. നമുക്ക് ഇതുവരെ നല്ല രീതിയിലുള്ള ഗവൺമെൻറ് എയ്ഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഒരു സർവേ ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട് അമൃതവർഷിണി. ഈ രോഗമുള്ള കുട്ടികൾക്ക് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സർവേ ചെയ്യാനൊരു പ്ലാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അമൃതവർഷിണി കുട്ടികളെ ഒരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങാൻ വേണ്ടി, അതായത് പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ ഒരു പ്ലാനുണ്ട്. അപ്പം അവരിലുള്ള തന്നെ നല്ല ഓൺട്രപ്രണേഴ്സിനെ കണ്ടുപിടിച്ച് പുതിയ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാൻ, അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അമൃതവർഷിണി സ്പോൺസർ ചെയ്യും. അങ്ങനെ പല പല പ്ലാൻസ് ഉണ്ട് അമൃതവർഷിണിക്ക്. അമൃതവർഷിണി എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ OA ബാധിച്ച കുട്ടികളുടെ അവരുടെ ജീവിതത്തിൽ നല്ല വഴിക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർക്ക് സ്വയം സെൽഫ് സഫീഷ്യൻ്റ് ആക്കാനുള്ള അവർക്ക് സഹായിക്കുകയാണ് ഈ അമൃതവർഷിണി ചെയ്യുന്നത്. 2002 ഒരു കുട്ടി, ബിനു എന്ന് പറഞ്ഞ പേരുള്ള ഒരു കുട്ടിയല്ല, സത്യം പറഞ്ഞാൽ എൻ്റെക്കാളും പ്രായമുള്ള ഒരു ചേട്ടനാണ്. കണ്ടാൽ പക്ഷേ വലിയ വളർച്ചയോ ഒന്നും തോന്നത്തില്ല. കാരണം ഈ കുട്ടികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വളർച്ച ഉണ്ടാവില്ല, എല്ല് പൊടിയുന്ന രോഗമുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെറുതായിട്ട്, ചില കുട്ടികളെന്ന് പറയുമ്പോൾ കിടക്കുന്ന ജസ്റ്റ് ബെഡ് റിഡൻ ആണ്. അവർ ചെറുതായിട്ട് അനങ്ങുകയാണെങ്കിൽ പോലും അവരുടെ ബോണുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുട്ടികളുടെ ഇങ്ങനെ ഒരു കുട്ടിയാണ് ബിനു. ഈ കുട്ടിയെ ആദ്യമായിട്ട്
നമ്മുടെ ലത ആൻറ്റി, അതായത് അമൃതവർഷിണിയുടെ വൺ ഓഫ് ദ ഫൗണ്ടർ, ഇപ്പോഴത്തെ അമൃതവർഷിണിയുടെ പ്രസിഡൻറ്റ് കണ്ടുമുട്ടുകയും ആ കുട്ടിയെ സഹായിക്കാനുള്ള ചാൻസും കിട്ടി. അതേ തുടർന്ന് തന്നെ ധന്യ, രണ്ടാമത്തെ കുട്ടി അമൃതവർഷിണിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇതുപോലത്തെ OI ബാധിച്ച നിരവധി കുട്ടികൾ അമൃതവർഷിണി അറിഞ്ഞ് അതിൽ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇന്ന് അമൃതവർഷിണിയിൽ 75 കുട്ടികളോളം ഉണ്ട്. ഇന്നടക്കം ഒരു കുട്ടി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ അമൃതവർഷിണി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ പലരും പല കഴിവുകളും ഉള്ളവരാണ്. ചിലവർ ചിത്രം വരയ്ക്കുന്നവരുണ്ട്, അതിൽ ചിലവർ പാട്ട് പാടുന്നവരുണ്ട്, ചിലവർ കുടയുണ്ടാക്കുന്നു, ചിലവർ സോപ്പ് ഉണ്ടാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഇവരുണ്ടാക്കിയ ചിത്രങ്ങളും അതുപോലെ തന്നെ സോപ്പും ബാഗുകളും എല്ലാം എക്സിബിഷനിൽ വെക്കുകയും അതാത് എക്സിബിഷനിൽ കിട്ടുന്ന ഓരോ കുട്ടികളുടെയും ക്യാഷ് ആ കുട്ടികളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഓരോ മാസവും 500 രൂപ വീതം അമൃതവർഷിണി എല്ലാ മാസം കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഈ 500 രൂപ വെച്ചിട്ട് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അതായത് ഫോൺ റീചാർജ് വഴി ബാക്കിയുള്ള OI ബാധിച്ച കുട്ടികളുമായി അവർ സംസാരിക്കുവാനും പറ്റുന്നു. ഇതിൽ പലവരും വീടിന് പുറത്ത് പലപ്പോഴും ഇറങ്ങാൻ പറ്റാത്തവരാണ്. ഫുൾ ടൈം ബെഡിൽ കിടക്കേണ്ട അവസ്ഥയുള്ളവരും ഉണ്ട്. അങ്ങനെ ഇവർ പുറം ലോകം അധികം കാണാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സന്തോഷം അധികം കിട്ടാറില്ല. ആ ഒരു റൂമിൽ തന്നെ കൂടുതൽ നേരവും അവരുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട കുറേ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട്.